welcome to my channel. So last class what we were discussing about the Heisenberg's uncertainty principle, and we discussed about the dual character of matter. Matter no dual character ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നമ്മൾ പണ്ട് പഠിച്ച ബോറിൻ്റെ മോഡൽ, ജെ തോംസൺ, all these have many drawbacks. So we are moving with a new model. ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത് ആറ്റത്തിൻ്റെ ഏത് മോഡലാണ്? ഇറ്റ് ഈസ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ അല്ലേ, അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് അറിയണം എന്താണ് ക്വാണ്ടം മെക്കാനിക്സ്, പിന്നെ നമുക്ക് എന്തറിയണം, എങ്ങനെയാണ് ആ മോഡൽ അതിൽ നിന്ന് വന്നതെന്നൊക്കെ അറിയാം അല്ലേ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ മുന്നേ ഉണ്ടായിരുന്നത് ഏതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ക്ലാസിക്കൽ മെക്കാനിക്സ് ആയിരുന്നു കേട്ടോ. നമ്മൾ ചിലവർക്ക് എളുപ്പത്തിൽ ഒറ്റയടിക്കായിരിക്കും ക്ലാസ് വേണ്ടി വരിക, ചിലവർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം. അപ്പോൾ എൻ്റെ ക്ലാസ് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സാമിന് മാത്രം, ഞാൻ എപ്പോഴും പറയണ്ട, എക്സാമിന് മാത്രം പഠിച്ചിട്ട് മാർക്ക് വാങ്ങലല്ലല്ലോ ഉദ്ദേശം. അത് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് അറിഞ്ഞിരിക്കണം, പിന്നെ അത് കോൺസെപ്റ്റ് അറിയണം. അതിനാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് അല്ല എനിക്ക് സുഖമാണ് ക്വാണ്ടം നമ്പർ എന്താ, ക്വാണ്ടം മെക്കാനിക്സ് എന്താ, അത് മാത്രം എടുത്ത് പോയാൽ മതി. നമുക്ക് ഇപ്പോൾ ടൈം ഉണ്ടല്ലോ, നമുക്ക് പഠിക്കാമല്ലോ, വൃത്തിക്കിരുന്ന് പഠിച്ചോളൂ. എന്നിട്ട് ഞാനൊന്ന് ഒരു കാര്യം കൂടെ പ്ലാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു ലെസൺ കംപ്ലീറ്റ് ആയിട്ട് ഒരു 1 to 1.5 hours കംപ്ലീറ്റ് ഈ മെയിൻ പോയിൻറ്റ്സ് വേണ്ട ആൾക്കാർക്ക് എടുത്തു കൊടുക്കുന്ന രീതിയിൽ. പക്ഷേ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ടാണല്ലേ ഇത് വന്നതെന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ഞാൻ എന്താ പറയുന്നത്, എന്താണ് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയാം. ക്ലാസിക്കൽ മെക്കാനിക്സ് ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ്. അത് ഫിസിക്സിലൊരു വലിയ ബ്രാഞ്ചാണ്. അത് എന്തിലാണ് ബേസ് ചെയ്ത് വെച്ചാൽ ഇറ്റ് വാസ് ബേസ്ഡ് അപ്പോൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. ന്യൂട്ടൺ കുറേ ലോസ് ഓഫ് കൊണ്ടുവന്നുള്ള മോഷൻ്റെ അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമായിരുന്നു ഈ ക്ലാസിക്കൽ മെക്കാനിക്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ഇറ്റ് വാസ് ബേസ്ഡ് അപ്പോൺ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. അപ്പോൾ അത് വെച്ചിട്ട് ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എവിടെ പറ്റുന്നില്ല, ഇറ്റ് വാസ് നോട്ട് ഏബിൾ ടു എക്സ്പ്ലെയിൻ ഫോർ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ്, അവരെ കാര്യങ്ങളൊക്കെ വരുമ്പം അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ഡിഡ് നോട്ട് കൺസിഡർ that matter is having both particle and wave nature. അറിയാലോ, അവരാകെ കൺസിഡർ ചെയ്ത മാറ്റർ ഈസ് ഹാവിങ് ഓൺലി പാർട്ടിക്കിൾ നേച്ചർ, നോ വേവ് നേച്ചർ. ആ ഒരു കോൺസെപ്റ്റ് ക്ലാസിക്കൽ മെക്കാനിക്സ് ഫോളോ ചെയ്തിരുന്നില്ല. സോ ദാറ്റ് ദേ വർ നോട്ട് ഏബിൾ ടു എക്സ്പ്ലെയിൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ലൈക്ക് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. അതായിരുന്നു ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ഡ്രോബാക്ക്. അപ്പോൾ വന്ന ആളാണ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പം നിങ്ങൾക്കറിയാം ക്വാണ്ടം മെക്കാനിക്സ് എന്താ? ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ആൻഡ് അവരെന്താ കൺസിഡർ ദാറ്റ് ദ മാറ്റർ ഇസ് ഹാവിങ് ബോത്ത് പാർട്ടിക്കിൾ ആൻഡ് വേവ് നേച്ചർ. ആ ഒരു കോൺസെപ്റ്റ് ആര് പറഞ്ഞിട്ടുണ്ട്? ക്വാണ്ടം മെക്കാനിക്സ്. അതിനെ ബേസ് ചെയ്തിട്ട് അവർ തിയറീസും കാര്യങ്ങളും പ്രപ്പോസ് ചെയ്തുകൊണ്ട് ഇറ്റ് വാസ് ഏബിൾ ടു എക്സ്പ്ലെയിൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ലൈക്ക് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, ക്വാക്സ്. അതായത് ഈ ചെറിയ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെയൊക്കെ കാര്യങ്ങൾ ഈ ക്വാണ്ടം മെക്കാനിക്സിന് ഫോളോ ചെയ്യാൻ പറ്റും. ആൻഡ് ദി മോഡൽ വിച്ച് വാസ് ഡെവലപ്ഡ് ഫ്രം ക്വാണ്ടം മെക്കാനിക്സ്. ആറ്റത്തിന് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തിയറി വെച്ചിട്ട് ഒരു മോഡൽ വന്നു. അങ്ങനെയാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം വന്നത്. ഈ ക്വാണ്ടം മെക്കാനിക്സ് ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തത് മെയിൻലി 2 സയൻറ്റിസ്റ്റാണ്. ഒന്ന് നമ്മുടെ ഹൈസൻബർഗ് ആൻഡ് സെക്കൻഡ് കുറേ ആൾക്കാരുടെ വർക്കാണ്. മെയിൻലി നമ്മൾ പറയുക ഷ്രോഡിഞ്ചർ ആൻഡ് ഹൈസൻബർഗ്. ഇവർ 2 പേരുമാണ് ഒരു ക്വാണ്ടം മെക്കാനിക് മോഡലിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്ത 2 ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്. ആൻഡ് ദിസ് ക്വാണ്ടം മെക്കാനിക്സ് ഇസ് ബേസ്ഡ് അപ്പോൺ ആൻ ഇക്വേഷൻ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ക്ലാസിക്കൽ മെക്കാനിക്സ് ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഈ ക്വാണ്ടം മെക്കാനിക്സ് വാസ് ബേസ്ഡ് അപ്പോൺ ആൻ ഇക്വേഷൻ ആൻഡ് ദറ്റ് ഇക്വേഷൻ ഇസ് നോൺ ആസ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. 2 മാർക്കിന് ക്വസ്റ്റ്യൻ പഠിച്ചോളൂ. എന്താണ്? ദ ക്വാണ്ടം മെക്കാനിക്സ് ഇസ് ബേസ്ഡ് അപ്പോൺ ആൻ ഇക്വേഷൻ നോൺ ആസ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ആൻഡ് ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്താണ്? അപ്പോൾ ആ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നിങ്ങളോട് ചോദിക്കുക വാട്ട് ഈസ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അപ്പോൾ നിങ്ങളിത് എഴുതണം. എന്താണ്? ഫോർ എ സിസ്റ്റം that is like an electron or a molecule or an atom, that is for a system whose energy does not change with time, then the equation is h cap psi. Hന്റെ മുകളിൽ ഞാൻ ഇങ്ങനെ ഒരു സിമ്പിൾ ഇട്ടല്ലോ, അതിനാണ് നമ്മൾ h cap. ഈ ഒരാളെ കണ്ടില്ലേ, സൈ, ഇങ്ങനെ ഒരു ഷേപ്പില്ല, അതിന് നമ്മൾ പറയുന്ന പേരാണ്, ഇറ്റ്സ് എ ഗ്രീക്ക് ലെറ്റർ, ഇറ്റ് ഇസ് PSI. It is known as psi. So in the h cap psi is equal to E psi. ഇനി ഇതിൽ വെറുതെ ഒരു ഇക്വേഷൻ എഴുതി ആരും മാർക്ക് തരത്തില്ല. This h cap is known as
Hamiltonian operator എന്താണ് Hamilton operator and this is known as psi, that is wave function. എന്താ അതിന് പറയുന്നത് wave function, and E എന്നത്തെയും പോലെ എന്താണ് it is known as the energy. Schrodinger equation എന്ന് പറയുന്നത് എന്താണ് അതാണ് quantum mechanics ന്റെ ഒരു main basic. Quantum mechanics is based upon Schrodinger equation. And what is Schrodinger equation? Schrodinger equation for a system whose energy does not change with time. അതായത് ഇതൊക്കെ നമ്മൾ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിലാണ് പറയുന്നത്. എനർജി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. Then h cap psi is equal to E psi. But h cap is known as Hamiltonian operator and psi is known as the wave function. E is known as the energy. എന്തെങ്കിലും മനസ്സിലായോ? എന്തോ ഒക്കെയാണ് അല്ലേ? ഞാൻ പറഞ്ഞു തരാം. ഈ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈ മാത്സിലെ പ്ലസ്, മൈനസ്, ഡിവിഷൻ, പിന്നെ നിങ്ങൾ ഇന്റഗ്രേഷൻ പഠിക്കുമ്പോൾ ഇങ്ങനെ, പിന്നെ ഡിഫറൻസിയേഷൻ പഠിക്കുമ്പോൾ ഡി ബൈ ഡി എക്സ്, ഇതൊക്കെ ഒരു ഓപ്പറേഷൻസ് അല്ലേ? ഇതേപോലത്തെ ഒരു ഓപ്പറേറ്ററാണ് ഈ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി ശരിക്കും Schrodinger ഇക്വേഷൻ ഇത് തന്നെയാണോ? ഇത് നോക്കി, ഇതാണ് ശരിക്കും എക്സ്പാൻഡഡ് ഫോം ഓഫ് Schrodinger ഇക്വേഷൻ. ഇതാണ് ശരിക്കും ഇതിനെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതും. നോക്കി, the dou square psi by dou x square plus dou square psi by dou y square plus dou square psi by dou z square plus 8 pi square n by h square in e minus v psi is equal to 0. ഈ ഇക്വേഷനെയാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. h cap psi is equal to E psi. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, കാരണം നിങ്ങൾ ചോദിക്കുന്നത് എന്ത് ഈ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ കണ്ടോ, ഇവിടെ ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. d square by dx square, d square by dy square, dou square by dou x square. നിങ്ങൾ ഈ ഡിഫറൻസിയേഷന്റെ പഠിച്ചില്ലേ, d by dx of 2x square എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഓപ്പറേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അത് നമ്മൾ ഇവിടെ ഈസി ആയിട്ട് ഇങ്ങനെ കാണിക്കാം. അപ്പൊ h cap എന്താ? ഒരു ഓപ്പറേറ്റർ ആണ്, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറയും. psi എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷൻ. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞു എന്താണ്, ഇലക്ട്രോണിന് അല്ലെങ്കിൽ പ്രോട്ടോണൊക്കെ ബോത്ത് പാർട്ടിക്കൽ നേച്ചർ ഉണ്ടാവും, വേവ് നേച്ചർ ഉണ്ടാവും. അപ്പം ഇവരുടെ ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാൾ ഈ psi ഭയങ്കര സംഭവം കേട്ടോ. എന്താന്നുള്ളത് പറഞ്ഞാൽ psi is known as the wave function. It's known as the wave function and it gives the amplitude of the electron wave. ഇലക്ട്രോൺ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ഒക്കെ പറഞ്ഞു തരുന്നതാണ്. അത് മാത്രമാണ് അല്ല, പറഞ്ഞു തരാം എന്തൊക്കെ പറഞ്ഞത്. Then E is known as the energy, that is both kinetic energy and the potential energy of the system. ആ ഒരു സിസ്റ്റത്തിന്റെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജിയും റെപ്രസെന്റ് ചെയ്യുന്നത് E ആണ്. വീണ്ടും സൈഡ്. അപ്പൊ നമ്മൾ പറയാണ് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് നിങ്ങൾ മനസ്സിലായോ, ഒരു ഇക്വേഷൻ വലുതാണ്, സോൾവ് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. വലിയൊരു 2-3 പേജ് നടക്കേണ്ട അത്രയും വലിയൊരു സൊല്യൂഷൻ ആണ്. അപ്പൊ ഈ h cap psi അങ്ങനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ we will be getting values for psi. വേവ് ഫംഗ്ഷന് നമുക്ക് കുറെ വാല്യൂ കിട്ടും, അതേപോലെ എനർജിക്കും നമുക്ക് വാല്യൂ കിട്ടും. അപ്പൊ നമ്മളിപ്പോ എന്താ പറയുക, Schrodinger ഇക്വേഷൻ ഉണ്ട്. Schrodinger ഇക്വേഷൻ ഇങ്ങനെ ഇന്ന ആൾക്കാരുണ്ട്. Schrodinger ഇക്വേഷനിൽ വൺ ഓഫ് ദി മെയിൻ ആളാണ് വേവ് ഫംഗ്ഷൻ. ദിസ് വേവ് ഫംഗ്ഷൻ ഗിവ്സ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഇലക്ട്രോൺ വേവ്. എങ്ങനെ നമുക്ക് ഈ വേവ് ഫംഗ്ഷൻ ഇതെന്ന് കിട്ടാം? ബൈ സോൾവിംഗ് ദിസ് ഇക്വേഷൻ വി വിൽ ബി ഗെറ്റിംഗ് ദി വാല്യൂ ഓഫ് എനർജി ആൻഡ് psi. ഇനി ഈ psi എന്ന് പറയുന്നത് ഇറ്റ് describes the nature, properties and behavior of an electron in an atom. ആറ്റത്തിനുള്ളിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന്റെ ഒരുവിധം എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റിയ ഒരാളാണ് എന്ത്, ഈ psi എന്ന് പറയുന്നത്. psiന്റെ വാല്യൂ എന്ന് നമുക്കൊരു ഇലക്ട്രോണിന്റെ കുറെ ക്യാരക്ടറിന്റെ മൂവ്മെന്റ്, അതിന്റെ നേച്ചർ, കുറെ കാര്യങ്ങൾ പറയാൻ പറ്റിക്കുന്ന ഒരാളാണ് ഈ psi. psi എന്ന് പറയാൻ യൂഷ്വലി ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. ഫിസിക്കലി അതിന് വലിയൊരു സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല psi എന്ന് പറഞ്ഞാൽ. ബട്ട് psi സ്ക്വയർ, psiന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ psi സ്ക്വയർ, ഈ psi സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഇറ്റ് ടെൽസ് അബൌട്ട് ദി പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഇൻ എ പെർട്ടിക്കുലർ ഏരിയ അറൌണ്ട് ദി ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും ആറ്റത്തിനെ കാണാൻ പ്രോബബിലിറ്റി ഉള്ള ഏരിയാസിനെ പറഞ്ഞു തരുന്ന ഒരാളാണ് psi സ്ക്വയർ. psi സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് tells us about the
പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ അറൌണ്ട് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റുമാ ഇവിടെ ചിലപ്പോൾ ആറ്റത്തിനെ കാണാം, അല്ലെങ്കിൽ ഇവിടെ ആറ്റത്തിനെ കാണാൻ ഒരു പ്രോബബിലിറ്റി ഉണ്ട് എന്നുള്ളത് പറഞ്ഞു തരുന്ന ആളാണ് സൈ സ്ക്വയർ. അപ്പൊ സൈ എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷൻ. അതെന്താണ് കിട്ടുന്നത്? വി ആർ ഗെറ്റിംഗ് ബൈ സോൾവിംഗ് ദി Schrodinger equation. It has no physical significance. It tells about the amplitude of the electron wave. ഇലക്ട്രോൺ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരാളാണ് ഈ സൈ എന്ന് പറയുന്നത്. സൈ സ്ക്വയർ gives the information about the probability of finding an electron around the nucleus. സൈ സ്ക്വയറിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് സൈ സ്ക്വയറിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാവുക? ഇതൊക്കെ ഉണ്ടല്ലോ ഹയർ ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു സംഭവമാണ് ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. കാരണം ആറ്റത്തിന്റെ മോഡൽ ഇതാന്ന് പറയുമ്പോൾ നമുക്കറിയാം, കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ആറ്റത്തിനെ കുറിച്ച് മെയിൻ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പൊ അതിന് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു +1 നമുക്ക് അത്ര ഡീറ്റെയിൽ ഒന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് പോയിന്റ്സ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ ടെക്സ്റ്റിൽ വെച്ചത്. കാരണം നമുക്ക് അറിയണം എന്താണ് ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ, ആറ്റത്തിന് എങ്ങനെ കിട്ടി. പക്ഷെ അത് ഫുള്ളായിട്ട് ഇരുന്ന് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ ഇക്കൊല്ലം. എന്നാലും നമുക്ക് തികയില്ല, അത്രയും പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ക്വാണ്ടം മെക്കാനിക്സ് ഇസ് ബേസ്ഡ് അപ്പോൺ Schrodinger equation. Schrodinger equation for a system whose energy does not change with time is given by h cap psi is equal to E psi over h cap is known as Hamiltonian operator. The psi is known as the wave function. E is the energy. Wave function എന്താണ്? It explains. അപ്പോൾ നമുക്ക് ഈ wave function കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയോണ്ട് ഞാൻ തരുന്നുണ്ട് പോയിന്റ്സ്. According to this model, the motion of an electron inside an atom could be described in terms of a mathematical function called wave function. അതായത് ഈ മോഡൽ പ്രകാരം ഇലക്ട്രോൺ ഇൻസൈഡ് ആൻ ആറ്റം അതിന്റെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് വേവ് ഫംഗ്ഷൻ. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ഗ്രീക്ക് ലെറ്റർ psi. ഇനി അടുത്ത പോയിന്റ് ഒന്ന് നോക്കിയേ. The wave function are assumed to contain all the information about the electron. ഇലക്ട്രോണിനെ കുറിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് all the information നമുക്ക് തരുന്ന ഒരാളാണ് ആര്? വേവ് ഫംഗ്ഷൻ. അത് എങ്ങനെയാ കിട്ടുന്നത്? നമ്മൾ സോൾവ് ചെയ്യുക ഇത് Schrodinger wave equation. ഇനി the square of the wave function psi square is the measure of probability of finding an electron in a 3-dimensional space around the nucleus. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള 3-dimensional സ്പേസിൽ നമുക്ക് ഈ ഇലക്ട്രോണിനെ കാണാൻ പ്രോബബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു തരുന്ന ഒരാളാണ് ഈ സൈ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, വാട്ട് ഇസ് മീൻ ബൈ പ്രോബബിലിറ്റി ഡെൻസിറ്റി? Psi gives us the amplitude of the wave. The value of psi has no physical significance. Psi square gives us the region in which the probability of finding the electron is maximum, and it is called as the probability density. ആ ഒരു ഇലക്ട്രോണിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയനെ നമ്മൾ പറയും പ്രോബബിലിറ്റി ഡെൻസിറ്റി. അങ്ങനെയുള്ള സ്പേസിനെ നമ്മൾ പറയുന്ന വെരി ഇമ്പോർട്ടന്റ് ടേം ദാറ്റ് ഇസ് ഓർബിറ്റൽ. ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? 3-dimensional space of a 3-dimensional region of space around the nucleus where the probability of finding an electron is maximum. ഇലക്ട്രോണിനെ കാണാൻ സാധ്യത കൂടുതലുള്ള 3-dimensional space around the nucleus is known as ഓർബിറ്റൽ. ഓർബിറ്റലും രണ്ടാണ്. ഓർബിറ്റ് എന്ന് പറയുന്നത് നമ്മളത് പറഞ്ഞു സർക്കുലർ എന്താണ് പാത്ത് ത്രൂ വിച്ച് an electron is revolving. അത് ബോറിന്റെ മോഡലിലൊക്കെ പറഞ്ഞ ഒരാളായിരുന്നു ഓർബിറ്റ്. ഇറ്റ് ഇസ് സർക്കുലർ ഇൻ ഷേപ്പ്. അതെന്താണ്? ഇറ്റ്സ് എ പാത്ത് ത്രൂ വിച്ച് ഇലക്ട്രോൺ ഇസ് റിവോൾവിംഗ്. ഓർബിറ്റൽ എന്ന് പറയുന്നത് the 3-dimensional space around the nucleus where the probability of finding an electron is maximum is called as orbital. അപ്പൊ അത്രയും കാര്യം മനസ്സിലായാലും നമ്മളൊന്നും പറഞ്ഞില്ല. എന്താണ് ക്ലാസിക്കൽ മെക്കാനിക്സ്, എന്താണ് ക്വാണ്ടം മെക്കാനിക്സ്, Schrodinger equation എന്താണ് വേവ് ഫംഗ്ഷൻ, എന്താണ് ഓർബിറ്റൽ എന്ന് പറഞ്ഞു. ഇനിയാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരാൾ വരുന്നത് ക്വാണ്ടം നമ്പേഴ്സ്. എപ്പോഴും പ്രോബ്ലം ആയിട്ടും അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ് ക്വാണ്ടം നമ്പേഴ്സ്. നന്നായി ശ്രദ്ധിച്ചിരുന്നു, കാര്യമായിട്ടൊന്നും ഇല്ല ഇത് പറയാൻ. ക്വാണ്ടം നമ്പേഴ്സ് എന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞു Schrodinger wave equation ഉണ്ട് അല്ലെ. ഈ Schrodinger wave equation സോൾവ് ചെയ്യുന്ന സമയത്ത് we are getting many values for psi and energy. Psiക്കും എനർജിക്കും many values കിട്ടും. And these values of energy are quantized. അതായത് ഇവർക്കൊക്കെ ഒരു certain values ഉണ്ട്. ഈ കുറെ certain ആയിട്ടുള്ള നമുക്ക് സ്പെസിഫിക് വാല്യൂസ് ഉണ്ട്. ഈ സ്പെസിഫിക് വാല്യൂസിന് എല്ലാത്തിനും കൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാം. കുറെ വാല്യൂസിനെ കിട്ടി. ഈ എല്ലാ വാല്യൂസിനെ കൂടെ നമ്മൾ expressing 3 quantum numbers, 3 നമ്പേഴ്സിൽ നമ്മൾ ഇതിനെ എക്സ്പ്രസ് ചെയ്യാണ്. ആ നമ്പേഴ്സിനെ പറയുന്ന പേരാണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന്. എന്തായാലും നമ്മൾ Schrodinger wave equation കിട്ടുമ്പോൾ we are getting many value for psi and energy, and these values are quantized. Quantized means they have a particular value.
അല്ലെങ്കിൽ they have a particular value and these value can be expressed. ഈ എല്ലാ വാല്യൂവിനെയും നമുക്കൊരു 3 ക്വാണ്ടം നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റിൽ 4 ഉണ്ടല്ലോ, 4 ഉണ്ട്, 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. പക്ഷെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ വെച്ച് കിട്ടുന്ന വാല്യൂസിന് നമ്മൾ അങ്ങനെ കിട്ടുന്നത് നമുക്ക് 3 ക്വാണ്ടം നമ്പേഴ്സ് ഉള്ളൂ. നാലാമത്തെ ആളെ നമ്മൾ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. സോ there are 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. ബൈ സോൾവിംഗ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വി ആർ ഗെറ്റിംഗ് 3 ക്വാണ്ടം നമ്പേഴ്സ്. ഏതൊക്കെയാണ്? Principal quantum number, second one is azimuthal quantum number, and third one is magnetic quantum number. ഇതാണ് നമുക്ക് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടുന്നത്. And the fourth quantum number is spin quantum number. This we are not getting by solving the Schrodinger equation. In order to explain the spin of the electron we are using. അപ്പോൾ ക്വാണ്ടം നമ്പർ എന്തിനാ? ഈ ക്വാണ്ടം നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോണിന്റെ എല്ലാ കാര്യം പറയാൻ പറ്റും. ഇലക്ട്രോൺ ഏത് ഡയറക്ഷനിലാണ്, എവിടെയാണ് നിൽക്കുന്നത്, അതിന് ഏത് ഡയറക്ഷനിലേക്ക് ഓറിയന്റ് ചെയ്തിരിക്കുന്നു, അതിന്റെ ഷേപ്പ്, അത് ഏത് ഓർബിറ്റലിലാണ്, അതിന്റെ ഓർബിറ്റലിന്റെ ഷേപ്പ് എന്താണ്, ആ ഓർബിറ്റൽ എങ്ങോട്ട് പോയിരിക്കുന്നു, എല്ലാ കാര്യം നമുക്ക് കിട്ടും. അതായത് നമ്മളിപ്പോ ഒരു ആധാർ കാർഡ്, നിങ്ങളുടെ ഒരു ആധാർ കാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി ഫോർ മീ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ നിങ്ങളുടെ എല്ലാ കാര്യം നമുക്ക് കിട്ടും. നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ അച്ഛന്റെ പേര്, നിങ്ങളുടെ അമ്മയുടെ പേര്, പിന്നെ നിങ്ങൾ പഠിക്കുന്ന വരെ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ എവിടെ പഠിക്കുന്നു, നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുന്നു, അതാണ് ഈ ആധാർ കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പം ഒരു ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഈസി. അതേപോലെ തന്നെയാണ് ഈ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ഈ ആറ്റത്തിനെ സംബന്ധിച്ചിട്ട് ഒരു ഇലക്ട്രോണിന്റെ എല്ലാ കാര്യം, ഏത് ഓർബിറ്റലിൽ, എത്രാമത്തെ ഓർബിറ്റലിൽ, ഏത് ഡയറക്ഷനിലേക്ക് ഓറിയന്റ് ചെയ്ത്, ഓൾ ദീസ് തിങ്സ് വി ആർ ഗെറ്റിംഗ് ഫ്രം ക്വാണ്ടം നമ്പേഴ്സ്. സോ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ശരിക്കും ഇതിന്റെ ഒരു ആധാർ കാർഡ് പോലെയാണ് നമുക്ക് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു 3 quantum numbers ഉണ്ട്. Out of this, 4 quantum numbers ഉണ്ട്. Out of this 3 we are getting by using by solving the Schrodinger equation, and the last one, in order to explain the spin of the electron, we are using this quantum number. അപ്പൊ ആദ്യത്തെ നമുക്ക് പഠിക്കാൻ എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലേ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. എന്തൊക്കെ ആണ് ഈ പ്രിൻസിപ്പൽ? അപ്പൊ നമുക്ക് Schrodinger വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരാളാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. The principal quantum number is represented by the letter N. Very important പഠിച്ചോളൂ ഇപ്പൊ തന്നെ. Principal quantum number represent ചെയ്യുന്ന ലെറ്റർ N എന്നാണ്. എന്തൊക്കെ ഇൻഫോർമേഷൻ ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഈ നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഇൻഫോർമേഷൻ കിട്ടുന്നല്ലോ? We can understand the main shell in which the electron is present. ഇലക്ട്രോൺ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഏത് ഷെല്ലിലാണെന്ന് നമുക്ക് മനസ്സിലാകും. And the size of the shell, the size of the shell can be identified by using this principal quantum number. Principal quantum number വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ we are getting the number of the shell, which shell it is present, and the size of the orbit. അതായത് ഈ ഓർബിറ്റിന്റെ സൈസ് എത്രയാണ് നമുക്ക് പറയാൻ പറ്റും. And it also gives the energy of the electron in the orbit. It also gives the energy of the electron in the orbit. ഇതൊക്കെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. The principal quantum number n is equal to 1 എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകണം it is the first shell. ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തുള്ള ഫസ്റ്റ് ഷെല്ലിന്റെ ക്വാണ്ടം നമ്പർ ആണ് n is equal to 1. That is, or it is represented by k. അല്ലേ? n is equal, നിങ്ങൾ 9th പഠിച്ചത് 9th. n is equal to 2. It is the second shell, and it is L. N is equal to 3, and it is M shell. N is equal to 4, that is N shell. ഈ ഐഡിയ നിങ്ങൾക്ക് കിട്ടി. ഇതാണ് ഞാൻ പറഞ്ഞത്. It gives the idea about the name of the shell, which shell it is present. അടുത്ത ഞാൻ size of the shell. First shell എനിക്കറിയാം close to the nucleus ആണ്, size is small. പിന്നെ second shell size is big. Third shell size is big. Fourth shell size is big. അപ്പൊ എനിക്ക് വീണ്ടും മനസ്സിലായി. Third one, energy of the electron. ഫസ്റ്റ് ഷെല്ലിലുള്ള എനർജി എന്ന് പറയുന്നത് കുറവാണ്, പിന്നെ കൂടുതലാണ്, പിന്നെ കൂടുതലാണ്. അപ്പൊ n is equal to 3 എന്ന് പറഞ്ഞാൽ എനിക്കറിയാം it is a third shell. The energy is comparatively higher than first and second shell. അപ്പൊ ഇത്രയും പോയിന്റ്സ് നമുക്ക് എവിടെ നിന്ന് കിട്ടി? Principal quantum number. എന്താണ് principal quantum number? നോക്കിക്കോളൂ. The quantum number which tells the energy level or shell to which electron belong. It gives the size of the orbital. It gives the energy of the orbital.
and also gives about the average distance of the electron from the nucleus. Nucleusum electronum തമ്മിലുള്ള average distance നമുക്ക് തരുന്നുണ്ട്. Possible values of n are 1, 2, 3, 4, 5. If n is equal to 1, the electron is in K shell. n is equal to 2, the electron is in L shell. ഇനി അടുത്തതിലൊരു പോയിന്റ് പറയാനുള്ളത് വെച്ചാൽ the maximum number of electron that can be accommodated in one shell is 2n square. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് given by the formula 2n square. ഫസ്റ്റ് ഷെല്ലിലാണെങ്കിൽ K ഷെല്ലിലാണെങ്കിൽ 2 into 1 square, that is 2. L ഷെല്ലിലാണെങ്കിൽ 2 into 2 square, that is equal to 8. M is equal to 2 into 3 square is equal to 18. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം. ഇപ്പൊ പഠിച്ചില്ലേ? ഒന്ന് പറഞ്ഞതിന്റെ കൂടെ. So the principal quantum number gives the energy shell or level to which the electron belongs. It gives us the size of the orbital, it gives the energy of the orbital, and it also gives us the average distance between the nucleus and the electron from the nucleus. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ഏതാണ്? That is principal കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് azimuthal quantum number ആണ്. അപ്പൊ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് azimuthal quantum number. azimuthal quantum number അല്ലെങ്കിൽ subsidiary quantum number അല്ലെങ്കിൽ orbital angular quantum number എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരാളാണ്. azimuthal, subsidiary, orbital ഇതൊക്കെ പഠിക്കാൻ എളുപ്പമാട്ടോ, ചിന്തിക്കാനും എളുപ്പം. ഞാൻ പറഞ്ഞുതരാം. ഈ azimuthal quantum number കിട്ടിയാൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാവുന്ന അറിയാം? നമ്മള് ഈ സ്പെക്ട്രം പഠിച്ച സമയത്ത് നിങ്ങൾ പറഞ്ഞു ഒരു മെയിൻ ലൈൻ ഉണ്ടാവും, അതിൽ വീണ്ടും അതിന് ചെറിയ ചെറിയ ഫൈൻ സ്പെക്ട്രാസ് കാണുന്നുണ്ട്, ചെറിയ ചെറിയ ലൈൻസ് കാണുന്നുണ്ട്. അതായിരുന്നു നമ്മുടെ ഈ ബോറിന്റെ മോഡലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് കുറെ കുഞ്ഞു കുഞ്ഞു വീണ്ടും ഒരു മെയിൻ സ്പെക്ട്രത്തിൽ വീണ്ടും കുഞ്ഞു കുഞ്ഞു സ്പെക്ട്രാസ് വന്നു? അത് പറയുകയാണെങ്കിൽ ഇതാണ്. അതായത് ഒരു ഇലക്ട്രോണിന് ഒരു ആറ്റത്തിന് മെയിൻ ഷെല്ല് കൂടാതെ അതിനുള്ളിൽ വീണ്ടും കുറെ സബ് ഷെൽസ് ഉണ്ട്, സബ് ഷെല്ലുകൾ ഉണ്ട്. അത് തന്നെയാണ് ഈ ക്വാണ്ടം നമ്പർ തന്നെ. azimuthal quantum number explains about the number of sub shells in the main shell. മെയിൻ ഷെല്ലിൽ വീണ്ടും ചെറിയ ചെറിയ സബ് ഷെൽസ്, ചെറിയ ചെറിയ വീണ്ടും സബ് ഷെൽസ് ഉണ്ട്. ആ നമ്പർ തരുന്നതാണ് ഏത്? azimuthal quantum number. So by getting azimuthal quantum number we can identify the number of sub shells present in the main shell. ആ മെയിൻ ഷെല്ലിൽ എത്ര സബ് ഷെൽസ് ഉണ്ടെന്ന് നമുക്ക് ഈ azimuthal quantum number കിട്ടിയാൽ പറയാൻ പറ്റും. അടുത്തത് what is the angular momentum of the electron? angular momentum of the electron. azimuthal quantum number ഉണ്ടെങ്കിൽ നമുക്ക് angular momentum of that electron കണ്ടുപിടിക്കാം. ഒരു ഇക്വേഷൻ ഉണ്ട്, നമുക്കത് പഠിക്കേണ്ട. So the angular momentum of the electron can be we can get angular momentum of the electron from azimuthal quantum number. And the shape of the various subshells, ഓരോ സബ്ഷെൽസിനും പല ഷേപ്പാണ്. ഒരു സബ്ഷെൽ ഇങ്ങനെയാണെങ്കിൽ ഒരു സബ്ഷെൽ ഇങ്ങനെയാണ്, ഒരു സബ്ഷെൽ ഇങ്ങനെയാണ്. ഇതൊക്കെ നിങ്ങൾ പഠിക്കട്ടോ, നമ്മൾ ഈ ഷേപ്സ് ഓഫ് ദ ഓർബിറ്റിൽ പഠിക്കണം. അപ്പം the shape of the various subshell is given by azimuthal quantum number. ഇനി ഏതൊക്കെ വാല്യൂസ് ആണ് azimuthal quantum number? L can have values from 0 to n minus 1. n എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. അത്രയും വാല്യൂസ് ഈ എല്ലിന് ഉണ്ടാവും. ഓരോ വാല്യൂസിനും നമുക്ക് റെപ്രസെന്റ് ചെയ്തത് ഈ വാല്യൂ ആണെങ്കിൽ ഈ സബ്ഷെൽ, ഈ വാല്യൂ ആണെങ്കിൽ ഈ സബ്ഷെൽ. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണുള്ളത്. So what are the main things which we are getting from azimuthal quantum number? azimuthal quantum number gives the number of subshells in the main shell. Main shell എത്ര subshells ഉണ്ട്? It gives the angular momentum of the electron and the shape of the various subshell, and L can have values from 0 to n minus 1. അപ്പൊ അത് ഏതൊക്കെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക ഏത് വാല്യൂ ആണെന്നൊക്കെ ഞാൻ ഒരു ചെറിയൊരു ചാർട്ടിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞു azimuthal quantum number നമുക്ക് എന്താ തരുന്നത്? മെയിൻ ഷെൽ എത്ര സബ് ഷെൽസ് ഉണ്ട്. അപ്പൊ മെയിൻ ഷെൽ ഇപ്പൊ ഞാൻ പറയാം n is equal to 1. അപ്പൊ നമുക്കറിയാം എല്ലിന്റെ വാല്യൂസ് ഏതൊക്കെ ഉണ്ട്? 0 to n minus 1, 0, n minus 1 എന്ന് പറയുന്നത് 1 minus 1, 0. അപ്പൊ 0. അപ്പൊ ഫസ്റ്റ് മെയിൻ ഷെല്ലിൽ എത്ര സബ് ഷെൽ ഉണ്ടാവും? 0 എന്ന് പറയുന്ന സബ് ഷെല്ല് എസ് സബ് ഷെല്ലാണ്. 0 എന്ന് പറയുന്ന സബ്ഷെല്ലിനെ നമ്മൾ പറയുന്ന പേരാണ് എസ് സബ്ഷെൽ. അപ്പൊ n is equal to 1ന് എസ് സബ്ഷെൽ. ഇപ്പൊ 0 ആണ് എല്ലിന്റെ വാല്യൂ എങ്കിൽ അത് എസ് ആണ്, 1 ആണ് വാല്യൂ എങ്കിൽ അത് പി ആണ്, 2 ആണ് വാല്യൂ എങ്കിൽ അത് ഡി ആണ്, 3 ആണ് വാല്യൂ എങ്കിൽ അത് എഫ് ആണ് കേട്ടോ. അപ്പൊ n എന്ന് പറയുമ്പോൾ നമ്മൾ 1 കൊടുത്തപ്പോൾ അതിൽ ഒരു സബ്ഷെൽ ഉണ്ട്. ഏത് സബ്ഷെല്ല? 0 എന്ന് പറയുന്നത്. 0 എന്ന് പറയുന്ന സബ്ഷെൽ ഏതാണ്? എസ് സബ്ഷെൽ. ഇനി n is equal to 2 എടുക്കാം. 0,
n minus 1. 2 minus 1 that is equal to 1. രണ്ട് സബ്ഷെല്ലുണ്ട്. ഒരു സബ്ഷെൽ ഏതാ? 0 എന്ന് പറഞ്ഞാൽ S ആണ്, 1 എന്ന് പറഞ്ഞാൽ P ആണ്. രണ്ട് സബ്ഷെൽസ് ഉണ്ട്. ഇനി n is equal to 3. മെയിൻ ഷെല്ലായ 3ക്ക് എത്ര സബ്ഷെൽ ഉണ്ട്? 0 to n minus 1. 1. n minus 1 ഏതാ? ഇതിന്റെ തൊട്ടു മുന്നേ, അതായത് 2. 0 മുതൽ n minus 1 വരെ, അതായത് 3. 0 to n minus 1 എന്ന് പറയുന്നത് 3 minus 1 is equal to 0, 1, 2. എത്ര സബ്ഷെൽ ഉണ്ട്? 3 സബ്ഷെൽ. ഏതൊക്കെയാ? S. 0 ആണെങ്കിൽ S, 1 ആണെങ്കിൽ P, 2 ആണെങ്കിൽ D. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ഫോർത്ത് മെൻഷൻ ഏതൊക്കെ ഉണ്ടാവും? 0, 1, 2, 3. ഏതൊക്കെയാ? S, P, D, F. അപ്പൊ നമുക്ക് എന്താ പറഞ്ഞത്? 0 ആണ് L എങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് S സബ്ഷെൽ, 1 ആണെങ്കിൽ അത് P സബ്ഷെൽ, 2 ആണെങ്കിൽ അത് D സബ്ഷെൽ, 3 ആണെങ്കിൽ F സബ്ഷെൽ. അപ്പൊ നമുക്ക് ഇവിടെ എത്ര നമ്പറും കൂടെ കിട്ടുന്നുണ്ട്, കണ്ടില്ലേ? n is equal to 1 ആവുമ്പം 0 ഉണ്ട്, അതായത് ഒറ്റ സബ്ഷെല്ലേ ഉള്ളു, അതായത് 1s. 2 ആണെങ്കിൽ 0, 1 ഉണ്ട്. അപ്പൊ ഇതൊക്കെയാ? S ഉണ്ട്, P ഉണ്ട്. 3 ആവുമ്പോ നമുക്കറിയാം 0, 1, 2 S, P, D. 4 ആകുമ്പോ 0, 1, 2, 3 S, P, D. നിങ്ങൾ പഠിച്ചില്ലേ? 1s, 2s, 2p, 3s, 3p, 3d, 4s, 4p, 4d, 4. ഇതാണ് സംഭവം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നമുക്ക് എന്താണ് ഈ അസിമുത്താൽ ക്വാണ്ടം നമ്പർ? ഇറ്റ് ഗീവ്സ് ദി സബ്ഷെൽസ്, ആംഗുലാർ മൊമെന്റം കിട്ടുന്നുണ്ട്, സബ്ഷെൽസിന്റെ നമ്പർ കിട്ടുന്നുണ്ട്, ഷേപ്പ് ഓഫ് ദി സബ്ഷെൽ ഓൾസോ കിട്ടി. എസിന്റെ ഷേപ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയുന്നത്. എസിന്റെ ഷേപ്പ് ആണ് സ്പെരിക്കൽ ഷേപ്പ്. ഞാൻ പറഞ്ഞു ഇത് നമ്മളിപ്പോ ഒന്നും പഠിക്കേണ്ടത്, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ഇതാണ്. സ്പെരിക്കൽ ഷേപ്പ്. പിക്ക് ഡംബൽ ഷേപ്പാണ്, ഡിക്ക് ക്ലോവർ ലീഫ് ഷേപ്പാണ്, ആൻഡ് എഫ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രത്യേകമായിട്ട് പറയുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്ത കോണ്ടന്റ് നമ്പർ നോക്കുക ഏതാണ്. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ കഴിഞ്ഞു, എസിമുത്തൽ കഴിഞ്ഞു. നെക്സ്റ്റ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. എന്താണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്താ? നമുക്ക് എന്ത് ഇൻഫോർമേഷൻ ആ ഒരു നമ്പർ ഉണ്ടായി, നമ്മുടെ കയ്യിൽ ആ ഒരു നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇൻഫോർമേഷൻ കിട്ടും? ദ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഗിവ് ദ സ്പേഷ്യൽ ഓറിയന്റേഷൻ ഓഫ് ദി ഓർബിറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞു ഡംബൽ ഷേപ്പ്, ഇതാണ് ഒരു ഡംബൽ ഷേപ്പ് കേട്ടോ, ഇതാണ് ഡംബൽ ഷേപ്പ്. ഇതൊരു ഓർബിറ്റലാണ്, ഒരു പി ഓർബിറ്റലാണ്. ദ സ്പേഷ്യൽ ഓറിയന്റേഷൻ ഓഫ് ദ ഓർബിറ്റൽ വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് കോർഡിനേഷൻ ആക്സിസ്. നമുക്കറിയാം എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്, ഇങ്ങനെ 3 ആക്സിസ് ഇല്ലേ? ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ്. ഇതിൻ്റെ ഏത് ഡയറക്ഷനിലേക്കാണ് ഈ ഓർബിറ്റിൽ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് തരുന്ന ക്വാണ്ടം നമ്പറാണ് ഇത്. അതായത് ദ സ്പേഷ്യൽ ഓറിയന്റേഷൻ ഓഫ് ദി ഓർബിറ്റിൽ ഏത് ഡയറക്ഷനിലേക്കാണ് അത് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ദി സെറ്റ് ഓഫ് കോർഡിനേറ്റ് ആക്സിസ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ തന്നിരിക്കുന്നത്. Then for a given value of L, അതായത് given value of L എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് അസിമുത്താൽ ക്വാണ്ടം നമ്പർ ഉണ്ടെങ്കിൽ ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ for a given value of L, അതായത് given value of L, it can have values ranging from -L to +L. -L മുതൽ +L കിട്ടുന്ന അത്രയും വാല്യൂസ് നമുക്ക് എന്തുണ്ടാവും? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉണ്ടാവും. ഇപ്പം L is equal to 1 എന്ന് പറഞ്ഞാൽ ഏത് സബ്ഷെല്ലാ? P സബ്ഷെൽ അല്ലേ? P സബ്ഷെൽ. അതിന് ഏതൊക്കെ വാല്യൂസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ -1, 0, 1 ഇങ്ങനത്തെ 3 വാല്യൂസ് ഉണ്ടാവും. എത്രയുണ്ട്? 1, 2, 3 വാല്യൂസ്. ദാറ്റ് മീൻസ് ദിസ് സബ്ഷെൽ ഇസ് ഓറിയൻറ്റഡ് ഇൻ 3 ഡിഫറെൻറ്റ് ഡയറക്ഷൻ. 3 ഡയറക്ഷനിൽ ഇത് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് കാണിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഇസ് ഓറിയൻറ്റഡ് ഇൻ 3 സ്പെഷ്യൽ ഡയറക്ഷൻ. ഇതാണ് ഈ ഒരു കാണിക്കുന്നത്. നമുക്ക് മനസ്സിലായി L is equal to 1 കൊടുത്തപ്പം എമ്മിന് ഏതൊക്കെ വാല്യൂ വന്ന്? 0, 1, 2, -1, 0, 1. ദാറ്റ് ഈസ് 3 വാല്യൂസ് ഉണ്ട്. L is equal to 1ന് 3 വാല്യൂസ്. ഇനി L is equal to 0 കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ വാല്യൂസ് ഉണ്ടാവും? അതായത് 0 കൊടുക്കുമ്പോൾ നമുക്ക് 0 എന്ന് പറഞ്ഞാൽ ഒറ്റ വാല്യൂ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇനി നോക്കി നോക്കൂ. ഫോർ എനർജി വാല്യൂ ഓഫ് L, M has 12 plus 1 വാല്യൂ. അതായത് എല്ലിൻ്റെ ഒരു വാല്യൂക്ക് എമ്മിന് എത്ര വാല്യൂ ഉണ്ടാവും? 12 plus 1 വാല്യൂ. ഇത് കറക്റ്റാണോ നോക്കി വെക്കുക. L is equal to 1. അപ്പോൾ 2 into 1 plus 1 that is equal to 3 values. കണ്ടോ? 1, 2, 3. For L is equal to 0. അപ്പോൾ L is equal to 0 നമുക്കറിയാം. L is equal to 0 ആകുമ്പോൾ നമുക്ക് ഒറ്റ വാല്യൂ ഉള്ളൂ 0.
അപ്പോൾ L is equal to 0 പറയുമ്പോൾ 2 into 0 plus 1 that is equal to 1. കണ്ടോ, ഒറ്റ വാല്യൂ. അതായത് ഇതിൻ്റെ അർത്ഥം എന്താ, L is equal to 0 എന്ന് തന്നെ എസ് സബ്ഷെൽ. എസ് സബ്ഷെൽ ഒരു ഒറ്റ വാല്യൂ ഉള്ളൂ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഓറിയൻറ്റഡ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ ഇൻ സ്പേസ്. L is equal to 1 എന്ന് പറയുന്നത് പി സബ്ഷെല്ലാണ്. പി സബ്ഷെല്ലിന് 3 വാല്യൂ ഉണ്ട്. അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് ഓറിയൻറ്റഡ് ഇൻ 3 ഡിറക്ഷൻസ് ഇൻ സ്പേസ്. സ്പേസിൽ 3 ഡിറക്ഷൻ്റെ ഇത് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ എങ്ങനെ കിട്ടുന്നു. അതായത് നമ്മുടെ കയ്യിൽ എല്ലിൻ്റെ വാല്യൂ, അസിമുത്താൽ കോണ്ടന്റ് നമ്പറിൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ കിട്ടും. ഈ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിൽ എത്ര വാല്യൂ ഉണ്ടെന്ന് ബേസ് ചെയ്തിട്ട് ഏതൊക്കെ ഡയറക്ഷനിലാണ് സ്പേസിൽ അത് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ എന്തൊക്കെയാണ്, മാഗ്നറ്റിക് കോണ്ടന്റ് number gives the spatial orientation of the orbital with respect to the standard set of coordinate axes. For a given value of L, it can have values ranging from minus L to plus L. For energy value of L, M has 12 plus 1 values. എത്ര ഓറിയൻറ്റേഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആര് തരും, ഈ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. മനസ്സിലാവുന്നുണ്ടോ? And the last one is spin quantum number. It's very easy. നോക്കി നോക്കാം. The last quantum number is spin quantum number. It is represented by S. ഇനി ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ എമ്മിൻ്റെ താഴെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എസ് കണ്ട, അയ്യോ ഇത് ഏത് ക്വാണ്ടം നമ്പർ ആണെന്നിരിക്കുന്നത്. ഇറ്റ് ഇസ് സ്പിൻ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. ഇനി എമ്മിൻ്റെ താഴെ സ്മോൾ ലെറ്റർ എൽ കണ്ടാലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട. ഇറ്റ് ഇസ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അപ്പം നമുക്ക് സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പർ ഇസ് എ ക്വാണ്ടം നമ്പർ വിച്ച് വി ആർ നോട്ട് ഗെറ്റിംഗ് ബൈ സോൾവിങ് ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഞാൻ പറഞ്ഞു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടല്ല നമുക്ക് ഈ സ്പിൻ ക്വാണ്ടം നമ്പർ കിട്ടുന്നത്. ഈ ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ ഡിസ്ക്രൈബ്സ് ദി സ്പിൻ ഓഫ് ദി, ഞാൻ എന്ത് ചെയ്തെന്നറിയോ, വീഡിയോ ക്യാമറ ഓൺ ചെയ്യാതെ ക്ലാസ് എടുക്കുക. അതാണ് ഇതൊക്കെ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു പോയത്. അപ്പോൾ എന്താ വെച്ചാൽ ദ സ്പിൻ ക്വാണ്ടം നമ്പർ, ദ സ്പിൻ ക്വാണ്ടം നമ്പർ ഡിസ്ക്രൈബ് ദി സ്പിൻ ഓഫ് ദി ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ സ്പിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്വാണ്ടം നമ്പറാണ് ഈ സ്പിൻ ക്വാണ്ടം നമ്പർ. ദിസ് വി ആർ നോട്ട് ഗെറ്റിംഗ് ബൈ സോൾവിങ് ദി ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ആൻഡ് ഇത് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുക, ഇലക്ട്രോണിൻ്റെ സ്പിന്ന്. ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണെങ്കിലോ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണോ ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ക്വാണ്ടം നമ്പർ. എന്നിട്ട് നമ്മളൊരു ആർബിട്രറിൽ ഒരു വാല്യൂ അതിന് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോൺ, if the electron is moving in clockwise direction, then it will have be a quantum number of plus half, and if it is moving in the anti-clockwise direction, then the quantum number for that electron, that is anti-clockwise direction ആണ് സ്പിൻ ചെയ്യുന്നത്, അതിൻ്റെ നമ്മൾ പറയുന്നത് -1/2 എന്നാണ്. സോ സ്പിൻ ക്വാണ്ടം നമ്പർ S is equal to +1/2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇലക്ട്രോൺ ഇസ് മൂവിങ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് S is equal to -2 എന്ന് പറഞ്ഞാൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ഇലക്ട്രോൺ ഇസ് മൂവിങ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. മനസ്സിലായോ? ആകെ കൺഫ്യൂഷൻ ആയോ? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങൾ ഈ ക്ലാസ് കാണുന്നവർ മനസ്സിലായോ ഇല്ലേ എന്നുള്ളത്. നിങ്ങൾ ഈ വെറുതെ ക്ലാസ് കണ്ടു പോകുമ്പോൾ എന്താ അറിയോ, നമുക്ക് അറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ കമൻസാണ്, ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ കമൻസാണ് നമുക്ക് തരുന്നൊരു പോസിറ്റീവ് എനർജി. കമൻസ് ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കത് ചെയ്യാനേ തോന്നത്തില്ല. അത് മനസ്സിലാവുന്നില്ലേ, അല്ലെങ്കിൽ അവർക്കിത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതെന്താ എടുത്തത്, നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ്, ക്വാണ്ടം മെക്കാനിക്സ് പറഞ്ഞു. പിന്നെ ക്വാണ്ടം നമ്പേഴ്സ് ഏതൊക്കെയാണ്, പ്രിൻസിപ്പൽ, അസിമുത്തൽ, മാഗ്നറ്റിക് ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഉറപ്പായിട്ട് എന്താ നമ്മൾ ചെയ്യുക അറിയോ, നമ്മൾ ഈ ക്വാണ്ടം നമ്പേഴ്സിൻ്റെ പ്രോബ്ലംസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. ഈ തിയറിയും ഞാൻ അപ്പോൾ ഒന്നുകൂടെ പറയും. എന്തിനാ വെച്ചാൽ ചിലവർക്ക് പെട്ടെന്ന് ഒറ്റ ഷോട്ടിൽ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ നെക്സ്റ്റ് ഒരു ക്വാണ്ടം നമ്പേഴ്സ് ഒന്നുകൂടെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എന്നല്ല പറഞ്ഞ പ്രോബ്ലംസ് വെച്ചിട്ട്. അപ്പോൾ ഇറ്റ് വിൽ ബി മോർ ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. പിന്നെ നന്നായി പഠിക്കാൻ, മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ സംശയത്തിലിട്ടോളൂ, കമൻറ്റ് ബോക്സിലിട്ടോളൂ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യൂ, നിങ്ങൾ മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടമാവുന്നില്ല ക്ലാസ് എന്നൊക്കെ പറയൂ. അപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാം. ഓക്കെ, താങ്ക് യു.